ഹലോ ഹർമീസ്, അപ്പം നമുക്ക് പോയി നോക്കിയാലോ? ആരാണ് അവളെ മൈ ഡിയർ ബേബി എന്ന് വിളിച്ചേ? പോയി നോക്കാം ആരാന്ന്. ഇച്ചായോ? लंबे यार कटे तेरे संगे यार के रात लंबे यार कटे तेरे संगे ഓ, ഏട്ടനായിരുന്നു അല്ലേട്ടാ? ഡിയർ മാത്രല്ല ഇവിടെ ഉള്ളത്, ഞങ്ങളും ഉണ്ട്. അതൊന്ന് കാണുന്നതൊക്കെ നല്ലതാ. ഡാ യോങ്കി, നീയോ? ഡാ കിളവ, നീ ഇവിടെ ഉണ്ടായിരുന്നോ? നിന്നെ ഞാൻ രാവിലെ എത്ര നേരം വെയിറ്റ് ചെയ്തു. നീ എങ്ങനെ ഇവരെ കൂട്ടത്തിൽ ഏർപ്പെട്ടു? അല്ല, ഇവിടെ ഇപ്പം എന്താ നടക്കുന്നേ? ഏട്ടന് ജങ്കുക്കിനെ നേരത്തെ അറിയോ? ഡി കിറ്റി, ഞാൻ നിന്നോട് ഇന്നലെ പറഞ്ഞില്ലായിരുന്നോ എൻ്റെ ഫ്രണ്ട് വരുന്നുണ്ടെന്ന്? അത് ഇവനാണ്, ജങ്കുക്ക്. ഓ, അപ്പോൾ ആ ജേക്ക് എന്ന് പറയുന്ന ആള് ജങ്കുക്കാണോ? അപ്പോൾ അത് ജങ്കുക്കിൻ്റെ ഷോർട്ടാണോ? ജേക്ക്, ഓ നല്ല സ്ട്രോങ് നെക്ക്, ആളെപ്പോലെ തന്നെ ഉണ്ട്. എടാ, അപ്പം തന്നെ കിറ്റി എന്ന് വിളിക്കുന്ന ആള് ഇയാളാണല്ലേ? ആടാ എൻ്റെ പൊന്നാര പെങ്ങള്. ഡാ കാട്ടുപൂച്ചേ, എന്താടാ എന്നെക്കുറിച്ച് തോന്നിവാസം പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ? അയ്യേ, നീ എന്നെക്കുറിച്ച് അങ്ങനെയാണ് കരുതിയിരിക്കുന്നത്. ഞാൻ നിന്നെക്കുറിച്ച് അങ്ങനെയൊക്കെ പറയുമോ? എന്താണ് നീ പറയാൻ? അങ്ങനെയാണെങ്കിൽ ഏട്ടനെ കൊള്ളാം, അല്ലെങ്കിൽ ഈ കിറ്റിയാരെന്നറിയും. ഓ ആയിക്കോട്ടെ മാഡം. ആ, ഇതൊക്കെ ആരാ? പുതിയ ഫ്രണ്ട്സാണോ? പരിചയപ്പെടുത്തുന്നില്ലല്ലോ. ഇവരെയൊക്കെ ഞാൻ പരിചയപ്പെടുത്തി തരണം. ഒരാളെ പരിചയപ്പെടുത്തി തന്നാൽ പോരെ? മറ്റേ ആളെ ഓൾറെഡി അറിയില്ലേ. എൻ്റെ പേര് ഹോബി. എൻ്റെ പേര് തേന്ന് വിളിച്ചാൽ മതി. തേയ, പേരൊക്കെ പറയുന്ന കേട്ടാ എന്താ നല്ല പെൺകുട്ടി. സ്വഭാവം എന്താ നമുക്കെല്ലാം അറിയാം. ഓ ഹായ് തയ, നൈസ് നെയിം ആൻഡ് യു ലുക്ക് സോ ബ്യൂട്ടിഫുൾ. എനിക്ക് എന്തെന്ന് മൈൻഡ് വെച്ചാൽ എന്തോ ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട്. രാവിലെ മുതലേ ഞാൻ തിരയാം. എന്നിട്ടിപ്പോൾ ഒന്ന് കണ്ടപ്പോൾ ഒരു മൈൻഡ് പോലും വെക്കുന്നില്ല. ഇങ്ങനെ ഞാൻ താങ്ക് യു. ഇവിടുത്തെ പുഷിങ് ആവുന്നതിനെ അതിന് മാത്രം അവനൊന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ ജെക്കെ, ഇത് എൻ്റെ ഡിയർ, എൻ്റെ ഹാർട്ട് ബീറ്റ്, എൻ്റെ സൺഷൈൻ, എൻ്റെ പൊന്ന ഹോബി. ഓഹോ, ഹോബിയാണോ ആ കക്ഷി? എന്നിട്ടാണോ ഇയാളിങ്ങനെ മിണ്ടാണ്ടിരുന്നേ? ഹോബി, താൻ എന്താണ് ഇങ്ങനെ മിണ്ടാണ്ടിരിക്കുന്നേ? താൻ എന്താ ഗൗരവത്തിലാണല്ലോ, എന്ത് പറ്റി? ജെക്കെ, നോ ടേസ്റ്റ് മീ. എനിക്കൊന്നുമില്ല, നിനക്ക് തോന്നും. എൻ്റെ കൊച്ചിനെന്ത്? ഒന്നുമില്ല. ഉണ്ടെങ്കിൽ തന്നെ അത് ഞാൻ മാറ്റി കൊടുത്തോളാം. അങ്ങനെ അവർ ക്യാൻറ്റീനിൽ ഫുഡൊക്കെ കഴിച്ച് അതിനുശേഷം ക്ലാസ്സിലേക്ക് തിരിച്ചു പോയി. സ്റ്റുഡൻസ്, ഇപ്പോൾ എൻ്റെ പീരീഡല്ല, ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. നമ്മുടെ ക്ലാസ്സിൽ ലീഡേഴ്സിന് വേണ്ടി ആവശ്യമുണ്ട്. അപ്പം 2 പേരെയാണ് വേണ്ടത്, ഒരു ബോയ് ഒരു ഗേള്, അതാണ് വേണ്ടത്. അപ്പോൾ ഇനി വരുന്ന എക്സാമിൻ്റെ റിസൾട്ട് അനുസരിച്ചായിരിക്കും ലീഡേഴ്സിനെ തിരഞ്ഞെടുക്കുന്നത്. അതിലെ മാർക്ക് അനുസരിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും അതിനുള്ള എല്ലാ പ്രിപ്പറേഷനും ചെയ്യുക. എല്ലാവരും നല്ലവണ്ണം പഠിക്കണം. ഓക്കെ, ലീഡേഴ്സിന് പ്രത്യേക സ്ഥാനം തന്നെ ഇവിടെ ഉണ്ട്, നിങ്ങൾക്ക് അറിയാമല്ലോ അത്. പിന്നെ ആ എക്സാം അതിന് മാത്രമല്ല പല കാര്യങ്ങൾക്കും യൂസ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് തന്നെ എടുത്ത് എക്സാം എഴുതി പാസ്സാവാൻ നോക്കുക. ഓക്കെ, ദെൻ ബൈ. എടീ, നല്ലതാ. നിങ്ങൾക്ക് അങ്ങനെ ചെയ്യാൻ ആഗ്രഹമുണ്ടോ? കിട്ടിയാൽ ഞാൻ ലക്കി. എനിക്ക് ലീഡർ ഒന്നിനും വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷേ എനിക്ക് എക്സാമിൽ നല്ല മാർക്ക് വാങ്ങാൻ നല്ല ആഗ്രഹമുണ്ട്. ഓ, അതെന്തായാലും നല്ലൊരു മുന്നേറ്റം. ഞാൻ എന്തായാലും ജങ്കുക്കിനോടും ചോദിച്ചു നോക്കട്ടെ. ഡാ ജങ്കുക്ക്, ഒന്ന് നോക്കടാ, ഇവനെന്ത് തിരിഞ്ഞു നോക്കാത്ത? സോറിടാ. എന്താടാ, നീ എന്താ വിളിച്ചേ? നിനക്കെങ്ങനെ ലീഡറാവാൻ താല്പര്യമുണ്ടോ? എനിക്കോ ലീഡറാവാനോ? എനിക്ക് ലീഡറാവാൻ താല്പര്യമൊന്നുമില്ല. ബട്ട് എക്സാമിന് നല്ല മാർക്ക് വാങ്ങണം, അതിന്
ആഗ്രഹമുണ്ട്. നീ എന്താ പറഞ്ഞേ? എനിക്ക് ലീഡറാവാൻ താല്പര്യമില്ല, പക്ഷേ എക്സാമിന് മാർക്ക് വാങ്ങണമെന്ന്. എന്താ പ്രശ്നം? ഹേയ്, എന്ത് പ്രശ്നം? ഒരു പ്രശ്നമില്ല. എടീ യുഞ്ചി, നീ അത് കേട്ടോ? എനിക്കിപ്പോൾ കുറച്ചുകൂടെ ക്ലിയറായി വരുന്നുണ്ട്. ചെറിയ ടേസ്റ്റ് ഉണ്ട് അവർ തമ്മിൽ. നീ പറഞ്ഞ ശരിയാണ്, ചെറിയ ടേസ്റ്റ് ഉണ്ട് അവർ തമ്മിൽ. എനിക്ക് തോന്നിയതെന്ന് ആദ്യം വിചാരിച്ചേ. അല്ല, നിങ്ങൾ രണ്ടുപേരും എന്നെ കൂടാതെ വെറുക്കുന്നേ? എന്താ കാര്യം എന്നോടും കൂടെ പറയാന്നേ. ഇപ്പതൊന്നുമില്ല. ഇനി അത് കൺഫേം ആയാൽ ഞാൻ ഉറപ്പായിട്ട് നിന്നോട് പറയും, ഷുവറായിട്ടും. എന്താടീ നീ പറയുന്നേ? എനിക്ക് ഒന്നും അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ഒന്ന് ക്ലിയർ ആക്കി പറയടേ. അതൊക്കെ പിന്നെ പറയാം. ഏതായാലും എക്സാമിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങാം എന്നാ. ഈ കുട്ടി എന്താ എന്നോടൊന്ന് നേരെ സംസാരിക്കുന്ന പോലുമില്ല. എന്നോട് എന്തോ വെറുപ്പുള്ളതുപോലെ ഉണ്ട്. ഞാൻ എന്താ അതിന് ചെയ്തേ? അറിയാതൊന്ന് തട്ടിയതിനാണോ എന്നോട് ഇങ്ങനെ കൽപ്പിച്ച് നിൽക്കുന്നേ? അവരോടൊക്കെ എത്ര കൂളായിട്ടാണ് സംസാരിച്ച്. എനിക്കത് ഭയങ്കര സങ്കടമാവുന്നുണ്ടല്ലോ. ഇനിയിപ്പോൾ എന്തായാലും എന്നോട് എത്ര കോൾഡായിട്ട് നിന്നിട്ടും കാര്യമില്ല, ഞാൻ തന്നെയും കൊണ്ടേ പോവും. ഓക്കെ? എൻ്റെ തോന്നലാണെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ എന്നെ തന്നെ നോക്കുന്ന. ഇങ്ങനെ പോയാൽ എൻ്റെ വായിലിരിക്കുന്ന മൊത്തം ഇവിടെ കേൾക്കും. ഇവിടെ ഞാൻ അങ്ങനെ ക്ലാസ്സൊക്കെ വിട്ടു. എല്ലാവരും വീട്ടിലേക്ക് തിരിച്ചു പോവുകയാണ്. ഈ സമയം എല്ലാവരും ക്ലാസ്സിൽ നിന്ന് പുറത്ത് പോയെന്ന് ഉറപ്പിച്ച ശേഷം നമ്മുടെ ഇച്ചായൻ എന്തിനാ എന്നെ വീണ്ടും ഇവിടേക്ക് തന്നെ കൂട്ടിക്കൊണ്ടുവന്നേ? എനിക്ക് വീട്ടിലേക്ക് പോകണം. എന്താടി ഞാൻ വിളിച്ചിട്ട് വരാത്ത? നീ എന്തിനാ നീ എന്നെ അവോയ്ഡ് ചെയ്യുന്നേ? പറ. ഞാൻ അവോയ്ഡ് ചെയ്തിട്ടൊന്നുമില്ല, നിങ്ങൾക്ക് തോന്നിയതാ അത്. ഓഹോ, അപ്പം എനിക്ക് തോന്നിയതാണല്ലേ? എന്നാ ഒന്ന് താ എനിക്ക്. എന്താ പറയുന്നത്? ഇത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂം? അതിനെന്താ, ക്ലാസ് റൂം ആയിക്കോട്ടെ. വിചാരിച്ചാൽ ക്ലാസ് റൂം നമുക്ക് പലതും ആക്കാം. മാറി നിന്നേ, എനിക്ക് പോണം വീട്ടിലേക്ക്. പോയേ? നീ പോയിക്കോ.